പേരാവൂർ താലൂക്ക് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗം പ്രവർത്തിക്കുന്നത് രാത്രി 8 മണിവരെയാക്കി ചുരുക്കി. ഡോക്ടർമാരുടെ അപര്യാപ്തതയാണ് ഇതിന് കാരണമായി ആശുപത്രി അധികൃതർ പറയുന്നത്. അത്യാഹിത വിഭാഗം രാത്രി 8 മണിവരെയാക്കി നിയന്ത്രിക്കുന്നത് വലിയ പ്രതിസന്ധിക്ക് കാരണമാകുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ പേരാവൂർ, കേളകം, കണിച്ചാർ, കൊട്ടിയൂർ, മാലൂർ, കോളയാട്, മുഴക്കുന്ന് പഞ്ചായത്തുകളിലെ പട്ടികവർഗ വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ചികിത്സയ്ക്കായി ആശ്രയിക്കുന്നത് പേരാവൂർ താലൂക്ക് ആശുപത്രിയെയാണ്. OP സമയം കഴിഞ്ഞും അത്യാഹിത വിഭാഗത്തിൽ ചികിത്സ തേടിയെത്തുന്നത് നിരവധി പേരാണ്. ദിനംപ്രതി 1000-ലേറെ രോഗികളാണ് OPയിലും അത്യാഹിത വിഭാഗത്തിലുമെത്തി ചികിത്സ തേടിയിരുന്നത്. ഈ സാഹചര്യത്തിൽ അത്യാഹിത വിഭാഗം രാത്രി 8 മണി വരെ ആക്കുന്നത് വലിയ പ്രതിസന്ധിക്ക് കാരണമാകും. നിലവിൽ ആശുപത്രിയിൽ രാത്രി 8 മണിക്ക് ശേഷവും ഒരുപാട് ജനങ്ങൾ ഡോക്ടറുടെ സേവനം കാത്ത് നിൽക്കുന്ന സാഹചര്യം ഉള്ളപ്പോൾ പോലും ഡോക്ടർമാരുടെ ലഭ്യത വളരെ കുറവാണ് എന്ന കാരണത്താലാണ് അധികൃതർ ഇത്തരത്തിലൊരു നിലപാടുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പേരാവൂരിന്റെ വളർച്ചയെ അങ്ങേയറ്റം സ്വാധീനിക്കേണ്ട താലൂക്ക് ആശുപത്രിയെ അതിന്റെ വികസന മുരടിപ്പിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്ന കേരള സർക്കാരിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും അധികൃതരുടെയും തീരുമാനം അങ്ങേയറ്റം പ്രതിഷേധകരമാണ്. ഈ ഒരു വിഷയത്തിൽ കടുത്ത നിലപാടുകളുമായി സമര പോരാട്ടവുമായിട്ട് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആദിവാസികളടക്കമുള്ള ഒരുപാട് ജനങ്ങളുടെ ഏക ആശ്രയമാർഗമായ ഈ താലൂക്ക് ആശുപത്രിയെ പിന്നോട്ട് നയിക്കുന്നത് ആരുടെ ഗൂഢലക്ഷ്യത്തിന്റെ പിന്നിലുള്ള കാരണമാണ് എന്ന് കൃത്യമായി അന്വേഷണം നടത്തണമെന്നും ഡോക്ടർമാരെ കൃത്യമായി ആശുപത്രിയിൽ നിയമിച്ച് അത്യാഹിത വിഭാഗം അടക്കമുള്ള എല്ലാ OPകളുടെയും പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുമാണ് യൂത്ത് കോൺഗ്രസ് പേരാവൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ഈ ഒരു വിഷയത്തിൽ ആവശ്യപ്പെടുവാനുള്ളത്. ഡോക്ടർമാരുടെ അപര്യാപ്തതയാണ് അത്യാഹിത വിഭാഗം രാത്രി 8 മണി വരെ മാത്രം പ്രവർത്തിക്കാൻ കാരണമെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. ആവശ്യത്തിന് ഡോക്ടർമാരെ നിയമിച്ച അത്യാഹിത വിഭാഗം മുഴുവൻ സമയവും പ്രവർത്തിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, പേരാവൂർ.